നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച് ശശി തരൂർ MP. മറ്റൊരു പേര് പാർട്ടിക്ക് മുന്നിൽ ഇല്ലല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് തനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് ശശി തരൂർ പറഞ്ഞത്. മത്സരത്തിന് മനസ്സുകൊണ്ട് താൻ തയ്യാറായിട്ടുണ്ടെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ MP ആയിട്ടുണ്ട്. ജനങ്ങളെ കാണുന്നുണ്ട്. ഓരോ ദിവസവും 7-8 ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനത്തിന് മുമ്പ് പ്രചരണത്തിന് ഇറങ്ങുക ബുദ്ധിമുട്ടാണെന്നും തരൂർ പറഞ്ഞു. ചുവരെഴുത്തുകളെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച ശശി തരൂർ ചിലയിടത്തൊക്കെ ചുവരുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവ ഉപയോഗിക്കുമെന്നും കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 19 സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ 20 സീറ്റും കിട്ടാൻ സാധ്യതയുണ്ടെന്നും തരൂർ പറഞ്ഞു. ഇത്തവണ 20 തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് ആത്മാർത്ഥതയോടെ ഇറങ്ങണം. ഡൽഹിയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ഭൂരിപക്ഷം നൽകി കോൺഗ്രസ് MPമാരെ ഡൽഹിയിലേക്ക് അയക്കണം, ശശി തരൂർ പറഞ്ഞു. അതേസമയം കൊല്ലം ലോക്സഭാ സീറ്റ് RSPക്ക് തന്നെ നൽകാൻ UDFൽ ധാരണയായിട്ടുണ്ട്. സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായ ശേഷം RSP നടത്തും. രാജ്യം ശ്രദ്ധിക്കുന്ന MPയാണ് ഇപ്പോൾ കൊല്ലത്തുള്ളതെന്നും പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റാർക്കാണ് സീറ്റെന്നും ചർച്ചകൾക്കു ശേഷം RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചോദിച്ചു. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ UDFലെ എല്ലാ കക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.